വെൽക്കം ടു സൈറ ലേണിംഗ്സ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു ജി സി നെറ്റ് സിലബസിന്റെ ഭാഗമായിട്ടുള്ള സൈക്കോളജിയുടെ ഫസ്റ്റ് യൂണിറ്റ്, ദാറ്റ് ഇസ് എമർജൻസ് ഓഫ് സൈക്കോളജിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ട് ആണ് ഗെസ്റ്റാൾട്ട് സൈക്കോളജി. ഗെസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്ന ഗെസ്റ്റാൾട്ട് ലോസ് ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം, ഗെസ്റ്റാൾട്ട് ലോസ് പഠിക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടി പെർസെപ്ഷനൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ നേരിട്ട് ലോസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് സെൻസേഷൻ, എന്താണ് പെർസെപ്ഷൻ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബേസിക്കലി എന്താണ് സെൻസേഷൻ? സെൻസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ സെൻസേഷൻ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലൈറ്റ് ഓൺ ചെയ്യണം. സോ ആ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്കാണ് അടിക്കുന്നുണ്ട്. സോ ഐസ് ഇസ് ആ സെൻസ് ഓർഗൻ, നമ്മുടെ കണ്ണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സെൻസ് ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ എന്താണ് പറയാം? സെൻസേഷൻ എന്നുള്ളതാണ് പറയാം. Okay, so sensation is input about the physical world obtained by our sensory receptors. സോ ഈ പറയുന്ന സെൻസറി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത് ലൈറ്റിനെ കുറിച്ചിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഓഡിറ്ററി ഇൻഫർമേഷൻ ആവാം. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത് സെൻസറി റിസെപ്റ്റേഴ്സിലൂടെയാണ് എന്നതാണ് വേറൊരു പോയിന്റ്. നമ്മൾ കാണുന്നതാണെങ്കിൽ ഐസിൽ പ്രസന്റ് ആയിട്ടുള്ള റിസെപ്റ്റേഴ്സും ഉണ്ടാകും, കേൾക്കുന്നതാണെങ്കിൽ ഇയേഴ്സിൽ പ്രസന്റ് ആയിട്ടുള്ള റിസെപ്റ്റേഴ്സും ഉണ്ടാകും. സോ റിസെപ്റ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ പറയുന്ന സെൻസറി ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. When sensory information is detected by a sensory receptor, sensation has occurred. അപ്പം എപ്പോഴാണോ നമ്മുടെ ഈ പറയുന്ന സെൻസ് ഓർഗനിൽ പ്രസന്റ് ആയിട്ടുള്ള സെൻസറി റിസെപ്റ്റർ ഈ സെൻസറി ഇൻഫർമേഷൻ രജിസ്റ്റർ ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മൾ സെൻസേഷൻ അക്കർ ചെയ്തു എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ ബേസിക്കലി ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ലൈറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ലൈറ്റ് നമ്മൾ കണ്ണിലടിക്കുന്നു എന്ന് പറയുമ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫിസിക്കൽ എനർജി. ഓക്കെ, അത് റിസെപ്റ്ററിൽ വീട് കഴിഞ്ഞാൽ പിന്നെ അത് എന്തായി? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നതൊക്കെ അതൊരു കെമിക്കൽ എനർജി നമ്മുടെ ബ്രെയിനിൽ പോകുന്നു, അങ്ങനെയാണ് നമ്മളത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതൊക്കെ. സോ ആ ഒരു ഫിസിക്കൽ എനർജിയിൽ നിന്നും ഒരു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. സോ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഫോം ഓഫ് എനർജി ഒരു ഇലക്ട്രിക്കൽ ഫോം ഓഫ് എനർജി ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെൻസേഷനിലും എന്ത് നടക്കുന്നുണ്ട്? ഒരു ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ സെൻസേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു സംഭവം നമ്മുടെ ഈ പറയുന്ന പോലെ ഒരു സെൻസറി റിസെപ്റ്ററിൽ വീഴുന്നു, അത് രജിസ്റ്റർ ആവുന്നു, അവിടെ സെൻസേഷൻ നടന്നു കഴിഞ്ഞു. എപ്പോഴാണ് പെർസെപ്ഷൻ നടന്നതെന്ന് നമ്മൾ പറയാം? പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ അതിനൊരു മീനിങ് കണ്ടെത്തുമ്പോഴാണ് പെർസെപ്ഷൻ നടന്നെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലൈറ്റ് നമ്മുടെ കണ്ണിൽ വീണു, ആ റിസെപ്റ്റേഴ്സ് അത് എടുത്തു അല്ലെങ്കിൽ അത് റിസീവ് ചെയ്തു, അതൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറി, നമ്മുടെ ബ്രെയിൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും ദാറ്റ് ദിസ് ഇസ് റെഡ് ലൈറ്റ് അല്ലെങ്കിൽ ദിസ് ഇസ് ഗ്രീൻ ലൈറ്റ് എന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നിടത്താണ് നമ്മൾ പെർസെപ്ഷൻ നടന്നതെന്ന് പറയാം. ഒരു സെൻസേഷനെ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് അവിടെ പെർസെപ്ഷൻ നടന്നു എന്നുള്ളത് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ്. മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരു സെൻസേഷൻ നമുക്ക് എന്താണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിന്റെ മീനിങ് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർസെപ്ഷൻ അവിടെ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ പെർസെപ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ലോസ് ആണ് ഗെസ്റ്റാൾട്ട് ലോസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമുക്കറിയാം, ഗെസ്റ്റാൾട്ട് എന്ന് പറയുന്ന വേർഡ് ബേസിക്കലി ജർമ്മൻ വേർഡ് ആയിട്ടുള്ള ഫോം ഓർ ഷേപ്പ് എന്നൊക്കെ വരുന്ന ഒരു ടേമിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗെസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത് കുറച്ചും കൂടി എപ്പോഴും നമ്മളെപ്പോഴും ഹോൾ ആയിട്ടാണ് ഓരോ കാര്യത്തിനും പെർസീവ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സാണ്, അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇതിന്റെ മെയിൻ പ്രോപ്പണൻസ് എന്ന് പറയുന്നത് മാക്സ് വെർദമിർ, കേർട്ട് കോഫ്ക ആൻഡ് വോൾഫ്ഗാങ് കോഹ്ലർ. ഈ മൂന്ന് പേരാണ് ബേസിക്കലി ഗെസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് തോട്ടുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്കൂളിൽ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന മൂന്നാളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഈ പറയുന്ന ലോസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ലോ ഓഫ് സിമിലാരിറ്റി. ഓക്കെ, ലോ ഓഫ് സിമിലാരിറ്റി പറയുന്നത് എന്താന്ന് വെച്ചാൽ, സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് പെർസീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും എന്നുള്ളതാണ്. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളാണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യും എന്നുള്ളതാണ്.
ഓക്കെ, അത് ചിലപ്പം സിമിലർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഷേപ്പിന്റെ ഫോമിൽ സിമിലർ ആവാം, കളറിന്റെ ഫോമിൽ സിമിലർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്കിന്റെ അടിസ്ഥാനത്തിൽ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സിമിലർ ആയി നിൽക്കുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഒരു ഫിഗർ കാണുമ്പോൾ കുറച്ചും കൂടി അത് ഒരു ഐഡിയ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇത് പിങ്ക് കളറിലാണ്, സോ നമുക്കൊരു ഇതൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും. അതേപോലെ തന്നെ ഇത് ബ്ലാക്ക് കളറിലാണുള്ളത്, സോ ഇതിന് നമുക്ക് എന്താണ് ഒരു ഗ്രൂപ്പായിട്ട് തോന്നും. അതേപോലെ ദീസ് ആർ സിമിലർ, അത് ഷേപ്പിന്റെ കളറിൽ സിമിലർ ആണ്, അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇതൊരു ഗ്രൂപ്പായിട്ട് തോന്നും. അതേപോലെ ഈ സർക്കിൾസ് ഒരു ഗ്രൂപ്പായിട്ട് തോന്നും. അപ്പം ഏതൊക്കെയാണോ സിമിലർ ആയിട്ട് നിൽക്കുന്നത് അതിനെ നമുക്കൊരു ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിനെയാണ് ലോ ഓഫ് സിമിലാരിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് ലോ ഓഫ് ക്ലോഷർ. ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത് ടെൻഡൻസി ഓഫ് ഹ്യൂമൻ മൈൻഡ് ടു ഫിൽ ഇൻ ദി ഗ്യാപ്സ് ആൻഡ് പെർസീവ് മീനിങ്ഫുൾ ഒബ്ജെക്ട്സ് ഇസ് സിംപ്ലി നോൺ ആസ് ലോ ഓഫ് ക്ലോഷർ. ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിനെ ഒരു എന്താ പറയാ മീനിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളായിട്ടാണ് നമ്മൾ എപ്പോഴും പെർസീവ് ചെയ്യുന്നത്. ചിലപ്പോൾ ചില ഇൻകംപ്ലീറ്റ്നെസ് ആ ഒബ്ജക്റ്റിൽ ഉണ്ടാകും, പക്ഷെ എങ്കിൽ പോലും നമ്മൾ അതിനൊരു ഫുൾ ആയിട്ടാണ് എപ്പോഴും പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് നോൺ എസ് ലോ ഓഫ് ക്ലോഷർ. നമ്മൾ ചിലപ്പോൾ ഫിഗർ നോക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ദാറ്റ് ഇസ് ഈ ഒരു സ്ക്വയർ ഷേപ്പ്, ഓക്കെ, അത് കംപ്ലീറ്റ് അല്ല. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഗ്യാപ്പുകൾ ഉണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ പെർസീവ് ചെയ്യുന്നത് എന്തായിട്ടാണ്, ഇറ്റ്സ് എ സ്ക്വയർ. സെക്കൻഡ് വൺ ഇസ് എ സർക്കിൾ, തേർഡ് വൺ ഇസ് എ ട്രയാങ്കിൾ. അപ്പൊ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത് ഈവൻ ദോ സം ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് മാക്സിമം മീനിങ് കണ്ടെത്തിയിട്ടാണ് അതിനെ പെർസീവ് ചെയ്യാനുള്ളതാണ്. സോ ദാറ്റ് ഇസ് നോൺ എസ് ലോ ഓഫ് ക്ലോഷർ. അടുത്തത് വരുന്നതാണ് ലോ ഓഫ് പ്രാഗ്നൻസ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ലോ ഓഫ് ഗുഡ് ഫിഗർ ഓർ ലോ ഓഫ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ലോ പറയുന്നത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കുറെ ആംബിജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട് അതിനെ എത്രയും സിമ്പിൾ ആക്കിയിട്ട് പെർസീവ് ചെയ്യാൻ പറ്റും അത്രയും സിമ്പിൾ ആക്കിയിട്ടാണ് നമ്മുടെ ബ്രെയിൻ പെർസീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതാണ് ലോ ഓഫ് പ്രാഗ്നൻസ് ഓർ ലോ ഓഫ് ഗുഡ് ഫിഗർ ഓഫ് ലോ ഓഫ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. സോ അതും ഈ പറഞ്ഞ പോലെ ഫിഗർ കാണുമ്പോൾ ചിലപ്പോൾ ഇതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫിഗർ ആണ്. സോ നമ്മുടെ ബ്രെയിൻ അതിനെ ഇന്റർപ്രേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഓക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു സർക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ അത് ആ ഒരു ഫിഗറിനെ നമുക്ക് എത്രത്തോളം, ഫോർ എക്സാമ്പിൾ ഇതിനെ നമ്മൾ പെർസീവ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. എത്രത്തോളം സിംപ്ലിഫൈ ചെയ്ത് ഒരു ഫിഗറിനെ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ അതിനെ പെർസീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ലോ ഓഫ് ഫ്രാഗ്മെന്റ്സ് ഓർ ലോ ഓഫ് സിംപ്ലിസിറ്റി പറയുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ലോ ഓഫ് പ്രോക്സിമിറ്റി. ലോ ഓഫ് പ്രോക്സിമിറ്റി പറയുന്നത് എപ്പോഴും ക്ലോസ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ നമ്മൾ എപ്പോഴും റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇവർ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഫാർ ആയിട്ട് നിൽക്കുന്ന ഒബ്ജക്റ്റുകളെ ഡിഫറെന്റ് ആയിട്ടും നമ്മൾ പെർസീവ് ചെയ്യും. ദാറ്റ് ഇസ് എപ്പോഴും അടുത്തടുത്തടുത്ത് നിൽക്കുന്നത് സിമിലർ ആയിട്ടും കുറച്ച് ദൂരെ നിൽക്കുന്നത്, ഇപ്പോൾ ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരിക്കുന്ന ആളുകൾ ഇവരെല്ലാവരും സിമിലർ ആണെന്നുള്ളതാണ് നമ്മൾ പെർസീവ് ചെയ്യുക. ബിക്കോസ് ദി സിറ്റ് ടുഗെദർ അല്ലെങ്കിൽ ദി ഈറ്റ് ടുഗെദർ, അതുകൊണ്ട് മാത്രം വി പെർസീവ് ദാറ്റ് ദീസ് പീപ്പിൾ ആർ സിമിലർ, അല്ലെങ്കിൽ ഇവർ റിലേറ്റഡ് ആണ് എന്ന് നമ്മൾ വിചാരിക്കും. അതിനെയാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പൊ രണ്ടുപേര് ദൂരെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇവർ തമ്മിൽ പ്രത്യേകിച്ച് എന്താ പറയുക റിലേഷൻ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ദേ ആർ ബീങ് ഫർദർ അപ്പാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ പെർസീവ് ചെയ്യാനുള്ളതാണ്. സോ ദാറ്റ് ഇസ് ലോ ഓഫ് പ്രോക്സിമിറ്റി. സോ മേ ബി ആ ഒരു ഫിഗർ കാണുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും, അതായത് അടുത്ത് നിൽക്കുന്ന ഒബ്ജക്റ്റുകൾ റിലേറ്റഡ് ആയിട്ടും ഓക്കെ ഇവർ തമ്മിൽ എന്തോ ബന്ധമില്ല, കുറച്ച് ദൂരമാണ് നിൽക്കുന്നത്, ആ രീതിയിലാണ് നമ്മൾ അവരെ പെർസീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലോ പറയുന്നത്. ദാറ്റ് ഇസ് ലോ ഓഫ് പ്രോക്സിമിറ്റി. പിന്നെ വരുന്ന ലോ ആണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി. Okay, law of continuity holds that points that are connected by straight or curving lines are seen in a way that follows the smoothest path. അപ്പോൾ ലോ ഓഫ് കണ്ടിന്യൂറ്റിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ലോ ഓഫ് ഗുഡ് കണ്ടിന്യൂവേഷൻ. ഓക്കെ, ഇത് പറയുന്നത് പീപ്പിൾ ആർ മോർ ലൈക്ലി ടു പെർസീവ് കണ്ടിന്യൂസ് ലൈൻസ് ആൻഡ് പാറ്റേൺസ് ആൻഡ് ബ്രോക്കൺ ഓർ ജാഗ്ഡ് ലൈൻസ്. അതായത് പലപ്പോഴും നമ്മൾ ഒരു കാര്യത്തിനെ പെർസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ബ്രോക്കൺ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ജാഗ്ഡ് ആയിട്ടുള്ള രീതിയിൽ കാണുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എപ്പോഴും ഒരു ലൈൻ, ഇപ്പൊ ഒരു ലൈൻ തന്നിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ, ഒരു സ്ട്രേറ്റ് ലൈൻ തന്നിട്ടുണ്ട്, ബട്ട് ഇഫ് ഇറ്റ്സ് നോട്ട് കണ്ടിന്യൂസ് അല്ല, പക്ഷെ എപ്പോഴും നമ്മൾ അതിനെ എന്തായിട്ടാണ് പെർസീവ് ചെയ്യുക, ഈ ലൈൻ എപ്പോഴും കണ്ടിന്യൂസ് ആണ്. അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പെർസീവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ടെൻഡൻസി നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് നോൺ എസ് ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്.
അത് നമ്മുടെ ഹ്യൂമൻ ഐ അങ്ങനെയാണ് എന്നുള്ളതാണ്. നാച്ചുറലി അങ്ങനെയാണ്. ലൈക്ക് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് പെർസീവ്, അല്ലെങ്കിൽ ഒരു കേർവ് ഉണ്ടെങ്കിൽ ആ കേർവ് കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് പെർസീവ് ചെയ്യാനാണ് എപ്പോഴും ഹ്യൂമൻ ഐ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. സോ അതിനെയാണ് ലോ ഓഫ് കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്നത്. മേ ബി ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ മനസ്സിലാവും that even though this particular line is broken, okay, നമ്മുടെ ഹ്യൂമൻ ഐ എപ്പോഴും ഇതിനെ പെർസീവ് ചെയ്യുന്നത് that this is a curved line, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്, അത് ഈവൻ ദോ കണ്ടിന്യൂസ്, എവിടെ എവിടെ ചെറിയ ചെറിയ ബ്രേക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും വി ഓൾവേസ് പെർസീവ് ഇറ്റ് ആസ് കണ്ടിന്യൂസ്. അതിനെയാണ് ലോ ഓഫ് കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലോ ഓഫ് കോമൺ ഫീറ്റ്. ലോ ഓഫ് കോമൺ ഫീറ്റ് പറയുന്നത് ഒരുമിച്ച് ഇപ്പൊ എന്താ പറയാ, ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് മൂവ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് പെർസീവ് ചെയ്യും? സേ ദാറ്റ് പീപ്പിൾ പെർസീവ് ഒബ്ജെക്ട്സ് ആൻഡ് മൂവ് ടുഗെദർ ആസ് എ ഗ്രൂപ്പ്. ഓക്കെ, ഇപ്പോൾ ഒരു എന്താ പറയുക, കുറെ കിളികൾ ഒരുമിച്ച് ഫ്ലൈ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ വി പെർസീവ് ദം ആസ് എ ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പാണ്. അല്ലെങ്കിൽ വേറിട്ട് ആണ് അവർ ഫ്ലൈ ചെയ്യുന്നതെങ്കിൽ വി പെർസീവ് ഇറ്റ് ആസ് ലൈക്ക് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. അപ്പം ഒരുമിച്ച് പോകുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ഒരുമിച്ച് when some objects move together, അപ്പൊ അതിനെ നമ്മൾ എന്താണ് പെർസീവ് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് പെർസീവ് ചെയ്യാനുള്ളതാണ്. ഈ പറഞ്ഞ പോലെ കുറെ കിളികൾ ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ അടുത്തടുത്തടുത്തായിട്ട് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ വി പെർസീവ് ഇറ്റ് ആസ് എ ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അതിനെയാണ് ലോ ഓഫ് കോമൺ ഫേറ്റ് എന്ന് പറയുന്നത്. മേ ബി ഒരു ഫിഗർ കാണുമ്പോൾ ഒന്നുകൂടി അത് ക്ലിയർ ആകും. സി, അപ്പം ഇതൊരു എന്താ പറയാ, ഒരുമിച്ച് മൂവ് ചെയ്യുന്ന ഒരു കൂട്ടം കിളികൾ എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ ആക്കുന്നത്. അപ്പം നമ്മൾ അതിനെ എപ്പോഴും ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് പെർസീവ് ചെയ്യാവുന്നതാണ്. വിത്ത് ദിസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ്, അപ്പൊ അങ്ങനെ എപ്പോഴും ഒരു ഗ്രൂപ്പ് ആയിട്ട് പെർസീവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിനുണ്ട് എന്നുള്ളതാണ് ലോ ഓഫ് കോമൺ ഫേറ്റ് പറയുന്നത്. Okay, so these were the Gestalt laws: law of similarity, law of Prägnanz, law of proximity, law of continuity. അതായത് ഇപ്പം ഇത് ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ഇതൊരു ബ്രോക്കൺ ആയിട്ടുള്ള ഡോട്ട്സ് ആണ്, ബട്ട് സ്റ്റിൽ നമ്മളത് പെർസീവ് ചെയ്യുമ്പോൾ ഓക്കെ ഇറ്റ്സ് എ കർവ്ഡ് ലൈൻ എന്നുള്ളതാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. സിമിലർലി ലോ ഓഫ് ക്ലോഷർ, ഇത് ബേസിക്കലി ഷേപ്പുകളുടെ, ഇപ്പം ട്രയാങ്കിൾ, സർക്കിൾ, ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഇതിലുണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ എപ്പോഴും അതിനൊരു ഓക്കെ ദിസ് ഇസ് എ റോംബസ് എന്നുള്ള രീതിയിലാണ്, ഒരു ഹോൾനെസ് നമ്മൾ അതിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ബേസിക്കലി ദ ഡിഫറെന്റ് ഗെസ്റ്റാൾട്ട് ലോസ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ വേറൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു.